നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ BJP പിടിച്ചതിന്റെ അല്ലെങ്കിൽ താമര പൂർണ്ണമായും വിരിയിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് BJP നേതൃത്വം. എന്നാൽ അതേ സമയത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം BJP അവരുടെ ആധിപത്യം സ്ഥാപിച്ചത് കേരളത്തിന്റെ തലസ്ഥാനത്ത് പിണറായി വിജയന്റെ മൂക്കിന് താഴെയുള്ള കോർപ്പറേഷനിലാണ് എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം എന്ന തരത്തിൽ ആ നിമിഷം മുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് തിരുവനന്തപുരത്തെ മുൻ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രന്റേത്. യുവത്വം മാറ്റം കൊണ്ടുവരുമെന്ന രീതിയിൽ കേരളത്തിൽ തലസ്ഥാന നഗരത്തു തന്നെ ഇടതുപക്ഷം ഒരു യുവ നേതാവിനെ തന്നെ കോർപ്പറേഷൻ മേയർ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ തിരിച്ചടികൾ കുറച്ചൊന്നുമല്ല പിണറായി സർക്കാർ അനുഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിൽ അപക്വമായ തീരുമാനങ്ങളും എടുത്തുചാട്ടവും അഴിമതിയും അടക്കമുണ്ടെന്ന തരത്തിലുള്ള ശക്തമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം പലപ്പോഴായി ഉന്നയിച്ചത്. എന്നാൽ അപ്പോഴൊക്കെ ആര്യ രാജേന്ദ്രൻ ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയാണെന്ന് വീറോടെ പറഞ്ഞിരുന്ന ഇടതു നേതാക്കളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതോടുകൂടി ആര്യക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് ആര്യക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ CPM-ന്റെ തോൽവിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത്. ആര്യ ഉണ്ടാക്കിയ വിവാദങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. വിളയാതെ ഞെളിയരുതെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം ഉണ്ടായത്. ആര്യയ്ക്ക് ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. അധികാരത്തിലിരുന്ന് ഞെളിയരുതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പണ്ടത്തെ കാലമല്ല, നന്നായി പെരുമാറണമെന്നും കൂട്ടിച്ചേർത്തു. ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ ദൂഷ്യം തിരുവനന്തപുരത്ത് തിരിച്ചടിയായി എന്നാണ് വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിൽ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നത് നേരു തന്നെയാണ്. തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെ എല്ലാവരും കൂടെ പൊക്കിയെന്നും അവർ അങ്ങ് പൊങ്ങുകയും ചെയ്തു എന്നും പറഞ്ഞ വെള്ളാപ്പള്ളി ഈ പൊങ്ങച്ചത്തിന്റെ ദോഷമുണ്ടായി എന്നും പറഞ്ഞു. ആളുകളോടുള്ള ആര്യയുടെ പെരുമാറ്റം മോശമായിരുന്നു എന്നും അധികാരത്തിന്റെ ധാർഷ്ട്യമായിരുന്നു അവർക്കെന്നും തുറന്നടിച്ചു വെള്ളാപ്പള്ളി. അധികാരത്തിന്റെ വിനയം കാട്ടാതെ പ്രായത്തിന്റെയും ചെറുപ്പത്തിന്റെയും അഹങ്കാരവും ധാർഷ്ട്യവും കാണിച്ചതാണ് ചർച്ചാ വിഷയമായതെന്നും ഇതാണ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായതെന്നും പൊതുപ്രവർത്തനത്തിൽ വിളയാതെ ഞെളിയരുതെന്നും മുന്നറിയിപ്പ് കൊടുത്തു. കൂടാതെ എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ചെയ്തിട്ടും അത് താഴെത്തട്ടിൽ എത്തിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല എന്നും മസിലുപിടുത്തമൊക്കെ കളഞ്ഞ് ആളുകളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും പെരുമാറേണ്ടതുണ്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം നഗരത്തിന് നേട്ടമല്ല, മറിച്ച് തിരിച്ചടിയായിരുന്നു എന്ന സത്യം ഇന്ന് പൊതുജനം തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. യുവത്വം, മാറ്റം, പുതിയ രാഷ്ട്രീയം എന്നീ ആകർഷക വാക്കുകൾ മുന്നോട്ട് വെച്ചാണ് ആര്യ രാജേന്ദ്രൻ അധികാരത്തിലെത്തിയത്. എന്നാൽ അധികാരത്തിലെത്തിയത് മുതൽ കണ്ടത് അപ്രാപ്തിയും അഴിമതിയും ഉത്തരവാദിത്വമില്ലായ്മയും നിറഞ്ഞ ഭരണമായിരുന്നു. നഗരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണം, റോഡുകളുടെ ദയനീയാവസ്ഥ, കുടിവെള്ളക്ഷാമം, നഗര ശുചിത്വം, പൊതുസൗകര്യങ്ങളുടെ തകർച്ച ഇവയൊന്നിലും കാര്യമായ പരിഹാരം നൽകാൻ മേയറുടെയും CPM ഭരണത്തിന്റെയും ഭാഗത്ത് നിന്ന് കഴിഞ്ഞില്ല. കോർപ്പറേഷൻ ഭരണം പാർട്ടി താൽപര്യങ്ങൾക്ക് കീഴടങ്ങിയപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ പിന്നിലായി. അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പിന്നാലെ ഉയർന്നിട്ടും വ്യക്തമായ വിശദീകരണങ്ങളോ നടപടിക്രമങ്ങളോ ഉണ്ടായില്ല. പാർട്ടിയാണ് എല്ലാം എന്ന CPM സമീപനം നഗരഭരണത്തിലും ആവർത്തിക്കപ്പെട്ടു. ഭരണപരിചയത്തിന്റെ അഭാവവും തീരുമാനങ്ങളിലെ അനിശ്ചിതത്വവും തിരുവനന്തപുരം നഗരത്തെ പിന്നോട്ടടിച്ചു. ഇതിന്റെ പ്രതിഫലനം ജനങ്ങളുടെ ദിനചര്യയിൽ തന്നെ വ്യക്തമായി കാണാൻ തുടങ്ങി. ഇവിടെയാണ് BJP ശക്തമായ ബദലായി മുന്നോട്ട് വന്നത്. വികസനം, സുതാര്യത, ഉത്തരവാദിത്വം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിശ്വാസ്യത നേടിയത്. വെറും വിമർശനം മാത്രമല്ല, വ്യക്തമായ കാഴ്ചപ്പാടും പ്രവർത്തന പദ്ധതിയും മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ് BJP അവതരിപ്പിച്ചത്. CPM-ന്റെ പരാജയങ്ങളും ഭരണവീഴ്ചകളും ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവർ ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. അതാണ് BJP-യിലേക്കുള്ള വഴിത്തിരിവായത്. അതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കൈകളിലേക്ക് നീങ്ങാൻ കാരണക്കാരിയായത് ആര്യ രാജേന്ദ്രന്റെ ദുർഭരണവും CPM-ന്റെ അഹങ്കാരപരമായ രാഷ്ട്രീയ സമീപനവുമാണ് എന്ന് നിസ്സംശയം പറയാം. ജനങ്ങളെ വഞ്ചിച്ച ഭരണത്തിന് ജനങ്ങൾ നൽകിയ രാഷ്ട്രീയ മറുപടിയാണ്. വികസനത്തിനും ശുഭഭരണത്തിനും വേണ്ടി തിരുവനന്തപുരം എടുത്ത ഈ നിലപാട് CPM പഠിക്കേണ്ട വലിയ പാഠമാണ്. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാലല്ല, ഫലപ്രദമായ ഭരണത്തിലൂടെയാണ് ജനവിശ്വാസം നേടുന്നത്. അത് തെളിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം.